ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ SCRT സീരീസിൽ നമ്മൾ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റർ ആട്ടോ ഇത്. നമ്മുടെ റാങ്ക് ഫയലിൽ എടുത്തു നോക്കുകയാണെങ്കിലും PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്ന ഒരു മേഖലയാണ് നമ്മുടെ ഭൂമി, ഭൂമിയുടെ ഉള്ളറ, അതുപോലെ അന്തരീക്ഷ പാളികളെ കുറിച്ചൊക്കെ വരുന്ന മേഖലയാണ്, പാഠമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇട്ടു കേട്ടോ ഇതിനകത്ത്. അപ്പൊ നമ്മുടെ 7ാം ക്ലാസ്സിൽ ഈ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ നമുക്ക് ആവശ്യമില്ല. ഭരണഘടന വഴിയും വഴികാട്ടിയും നമ്മൾ നോക്കിയതാണ്. പിന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നോക്കി. നമ്മളിപ്പോ നോക്കുന്നത് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ആട്ടോ. ഇനി നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അതുപോലെ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന് പറയുന്ന 2 ചാപ്റ്റർ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോയാലോ. നമ്മുടെ ഭൂമി. ഞാൻ ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയുധ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. അപ്പൊ എന്താ, സൗരയുധ ഗ്രഹങ്ങളിൽ ജീവൻ നിലനിർത്തുന്ന ഒറ്റ ഗ്രഹം മാത്രമേ ഉള്ളൂ. ഏത്? അത് നമ്മുടെ ഭൂമിയാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൗരയുധ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള മണ്ണ്, അങ്ങനെ എല്ലാം നമ്മുടെ ഇതിലുണ്ട്, ഭൂമിയിലുണ്ട്. ഇനി ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്തു വെക്കണം, ഈ വാല്യൂ ഓർത്തു വെക്കണം. അതായത് ഇതാണ് ഭൂമി എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളറയിലുള്ളത്, ഇതിന്റെ ഉള്ളിലുള്ള ചൂടെന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഇതിന്റെ കേന്ദ്രഭാഗത്ത്, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ചൂട് എത്ര? ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാല്യൂ ഓർത്തു വെക്കണം, ഉറപ്പായിട്ടും ചോദിക്കുകയാണ്. ഇനി 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത്. അപ്പം വെള്ളം തിളക്കുന്നത് നോർമലി ആയിട്ട് വെള്ളം തിളക്കുന്ന ചൂടെന്ന് പറഞ്ഞാൽ എത്രയാ? അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ ആണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഇനി ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. എന്താ പറഞ്ഞത്? അതായത് ഇതാണ് ഭൂമിയെങ്കില്, അതായത് ഇതാണ് ഭൂമി എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത്, ഇത് കേന്ദ്രഭാഗം. ഓക്കെ, ഇനി ഇതാണ് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ തുരന്ന് ഇവിടെ എത്താൻ എത്ര ദൂരം വേണം ഇതിന്റെ സെന്ററിലേക്ക് എത്താന്, അല്ലെങ്കിൽ എന്താ പറയാ, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്രയാന്ന് ചോദിച്ചാൽ 6371 കിലോമീറ്റർ ആണ്. 6373 കിലോമീറ്റർ. 6ന്റെ പകുതി 3, 6നോട് 1 കൂട്ടിയാൽ 7, ആ 1 നമുക്ക് ഇവിടെ എഴുതാം. 6371 കിലോമീറ്റർ. എത്ര ദൂരം? ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ചോദിച്ചാൽ എത്രയാ? 6371 കിലോമീറ്റർ ആണ്. 6ന്റെ പകുതി 3, 6നോട് 1 കൂട്ടിയാൽ 7, ആ 1 നമുക്ക് ഇവിടെ എഴുതാം. ഇത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരമെന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ട് ഏറ്റവും ആഴത്തിൽ ഖനികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂമി തുരക്കാറുള്ളത്, അല്ലെ? അങ്ങനെ ഏറ്റവും കൂടുതൽ തുരന്നത് എത്രയാ? ഏറ്റവും വലിയ ഖനിയുടെ ആഴം എന്ന് പറയുന്നത് 12 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാ? 6371 കിലോമീറ്റർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ, അപ്പോൾ നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെയാ അറിയാൻ കഴിയുന്നത്? അതിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യൻ നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? അപ്പൊ സാധ്യമല്ലല്ലോ, അല്ലെ? 6371 കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉള്ളിലേക്ക് പോയിട്ട് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള സംബന്ധിച്ച വിവരങ്ങൾ
രൂപപ്പെട്ടിട്ടുള്ളത്. അത് ഏതൊക്കെ രീതിയിലാന്ന് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിച്ചിട്ട് ഒന്നിതാണ്. രണ്ട്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. പിന്നെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പോ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിച്ചിട്ട്. പിന്നെന്താ? ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. പിന്നെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പൊ ഇത്രയും വായിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്ന്, ഭൂമിയുടെ ഉള്ളിലെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂടെന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ പഠിച്ചു. 5500 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഓർത്തു വെക്കേണ്ടതാണ്. ഭൂമിയുടെ ഉള്ളറയിലെ ചൂട് എത്രയാന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ വെള്ളം തിളക്കുന്ന താപനിലയാണെങ്കിൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഖനികളില് ഈ ഖനികളിൽ ഏകദേശം ഏറ്റവും വലിയ ഖനി എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാ? 12 കിലോമീറ്റർ ആണ്. 12 കിലോമീറ്റർ മനുഷ്യ സഹജമായിട്ട് കുഴിച്ചെത്തിയ ഏറ്റവും വലിയ ഖനി എന്ന് പറയുന്നത് എത്രയാ? 12 കിലോമീറ്റർ ആണ്. ഇനി ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാ? 6371 കിലോമീറ്റർ ആണ്. അത്രയും കാര്യങ്ങൾ പഠിച്ചു. വേറെന്താ പഠിച്ചത് ഇതില്? നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നത്. അതായത് ഇത് ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്ത് ചെയ്യും? പുറപ്പെട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയെ കുറിച്ച് പഠിക്കുന്നത്. അതേപോലെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഭൂമിയുടെ ഘടനയെ കുറിച്ചാണ് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഭൂമിക്ക് പ്രത്യേകമായിട്ട് ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാ ജസ്റ്റ് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CMC എന്ന് ഓർത്തു വെക്കുക. സി എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. എം മാന്റില്, പിന്നെ കോർ കേട്ടോ. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂവൽക്കം, മാന്റില് പിന്നെ എം മാന്റില്, പിന്നെ കോറ് അതായത് കാമ്പ്. അപ്പോ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത്? ഇതാണ് ഭൂമിയുടെ പുറത്തുള്ള ഭാഗമാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് ഭൂവൽക്കം. അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഏതുള്ളത്? മാന്റിൽ. ഇതാണ് മാന്റിൽ എന്ന് പറയുന്നത്. പിന്നെ കാമ്പ്. ഈ ഒരു ഭാഗത്തെ നമ്മൾ കാമ്പ് എന്ന് പറയും. കാമ്പിനെ രണ്ടായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. അപ്പൊ നമുക്ക് ഇതിന്റെ ഭൂവൽക്കത്തിന്റെ പ്രത്യേകതകളും അതുപോലെ മാന്റിലിന്റെ പ്രത്യേകതകളും കാമ്പിന്റെ പ്രത്യേകതകളൊക്കെ ഇവിടെ ഒരു പട്ടിക പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഭൂവൽക്കം. എന്താണ് ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ഓർത്തു വെച്ചോ, ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം എന്നും അതേപോലെ സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗത്തിനാണ് കനം കൂടുതൽ എന്ന് പറയുന്നത്? വൻകര ഭൂവൽക്കത്തിനാണ് ഏത്? കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നുണ്ട്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത് അല്ലെ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഏത്? ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തെ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് വൻകര ഭൂവൽക്കം എന്നും അതുപോലെ സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം ചോദിച്ചാൽ എത്രയാ? 30 കിലോമീറ്റർ ആണ്. എത്രയാ? 30 കിലോമീറ്റർ. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം ചോദിച്ചാൽ എത്രയാ? 30 കിലോമീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഭൂവൽക്കത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും അല്ലെ. ഇതില് വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങളിൽ ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. ഓർത്തു വെക്കോ, വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങളിൽ ഏകദേശം എത്രയാ? 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയാ? 5 കിലോമീറ്റർ കനമാണ് ഉള്ളത്. ഓർത്തു വെക്കുക. ഇനി മാന്റില് ഭൂവൽക്കത്തിന് താഴെ
കാണുന്ന ഭാഗമാണ് ഏത്? മാന്റിൽ എന്ന് പറയുന്നത്. താരതമ്യേന കനമുള്ള ഭാഗമാണ് ഏത്? മാന്റില്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓർത്തു വെച്ചോ, മാന്റിലിന്റെ കനം എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് എത്രയാ? 2900 കിലോമീറ്റർ ആണ്. ഇനി ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചോ, ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ എന്തെന്ന് പറയുന്നുണ്ട്? ലിത്തോസ്ഫിയർ എന്ന് പറയും, അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയും. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകിയിട്ട് അർദ്ധദ്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ ആസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പോ എന്താ പറഞ്ഞത്? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും. നമുക്കറിയാം ഭൂവൽക്കം എന്ന് പറയുന്നതാണ് ഏറ്റവും പുറമേയുള്ള പാളി, അല്ലെ? ഇതാണ് ഭൂവൽക്കം. ഈ നീല നിറത്തിലുള്ളത് ഭൂവൽക്കം. ഈ ഭൂവൽക്കവും അതുപോലെ രണ്ടാമതുള്ള മാന്റിലിന്റെ ഉപരിഭാഗവും, ഈ മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ എന്തെന്നാ പറയുന്നത്? അതാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ ഭൂവൽക്കവും രണ്ടാമതുള്ള പാളിയാണ് ഏത്? മാന്റിൽ എന്ന് പറയുന്നത്. ഈ മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ എന്തെന്നാ വിളിക്കുന്നത്? അതാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ടുള്ള ഭാഗം, അതായത് ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ടുള്ള ഭാഗം, ഈ ഭാഗം ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗം എന്തെന്ന് പറയുന്നുണ്ട്? ശിലാപദാർത്ഥങ്ങൾ ഉരുകിയിട്ട് അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തെ നമ്മൾ ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് വിളിക്കുന്നുണ്ട്? ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ആസ്തനോസ്ഫിയറിനും താഴെ ഒരു ഭാഗമുണ്ട്. അത് എന്താവസ്ഥയിലാ? അത് ഖരാവസ്ഥയിലാണ്. അപ്പം ആസ്തനോസ്ഫിയർ ഏതാവസ്ഥയിലാ? അത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ആസ്തനോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗം ഏതാ? അത് പിന്നെ ഖരാവസ്ഥയിലുമാണ്. അപ്പോ മാന്റിലിന്റെ ഭാഗത്ത് എന്തൊക്കെ പഠിച്ചു നമ്മള്? ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് ഏത്? മാന്റില്. താരതമ്യേന എന്തുണ്ട്? കനമുള്ള ഭാഗമാണ് ഏത്? മാന്റിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കവും ഏറ്റവും ഉപരിതല പാളിയാണ് ഭൂവൽക്കം എന്ന് ഓർത്തു നോക്കുക. ആ ഭൂവൽക്കവും അതുപോലെ മാന്റിലിന്റെ ഉപരിഭാഗവും, രണ്ടാമത്തെ പാളിയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ആ മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ലിത്തോസ്ഫിയർ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിച്ചു. ഈ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആസ്തനോസ്ഫിയർ എന്ന് വിളിച്ചു. ആസ്തനോസ്ഫിയർ ഏതവസ്ഥയിലാ? അർദ്ധദ്രാവകാവസ്ഥയിലാണ്. എന്നാൽ ആസ്തനോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗമോ അത് ഖരാവസ്ഥയിലുമാണ്. ഇനി കോറ്, ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഏത്? കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത്. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പിന് പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ട് ഭാഗങ്ങളുണ്ട്. ഓർത്തു വെച്ചോ, കാമ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? അകക്കാമ്പെന്നും പുറക്കാമ്പെന്നും തിരിച്ചിട്ടുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായിട്ടും നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പോ എന്തൊക്കെ കാമ്പിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് ഇത് കാമ്പ് എന്ന് പറയുന്നത്. ഈ കാമ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ അകക്കാമ്പെന്നും പുറക്കാമ്പെന്നും തിരിച്ചിട്ടുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. ഈ കാമ്പ് മുഖ്യമായിട്ടും നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതായത് നിക്കൽ, അയൺ, അല്ലെ? ഇതുകൊണ്ട് രൂപീകൃതമായതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? നിഫെ എന്ന് വിളിക്കുന്നുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം എത്രയാ? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മൾ ഭൂവൽക്കം, മാന്റില്, ക്യാമ്പ്, ഇതിന്റെ മൂന്നിന്റെ സവിശേഷതകൾ പഠിച്ചില്ലേ? തൊട്ട് താഴെ ഒരു ചാർട്ട് പോലെ നമുക്ക് തന്നിട്ടുണ്ട് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ, എന്തൊക്കെയാ നമ്മൾ ഭൂവൽക്കത്തിന്റെ സവിശേഷതകൾ പഠിച്ചത്? ഈ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് നോക്കണേ. പറഞ്ഞു നോക്കാം. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഏത്? ഭൂവൽക്കം. ശരിയാ, അല്ലെ? വേറെന്താ പറഞ്ഞത്? നേർത്തതുമായിട്ടുള്ള പാളി, ഏറ്റവും താരതമ്യേന, അല്ലെ? ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും അതുപോലെ താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഏത്? ഭൂവൽക്കം എന്ന് പറയുന്നത്, അല്ലെ?
നമ്മൾ ഈ ഭൂവൽക്കത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് വൻകര ഭൂവൽക്കം എന്നും അതേപോലെ സമുദ്ര ഭൂവൽക്കം അല്ലെ? രണ്ട് ഭാഗങ്ങൾ ഭൂവൽക്കത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വൻകര ഭൂവൽക്കം എന്നും രണ്ട് സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. വൻകര ഭൂവൽക്കത്തിനാണ് ഏത് കനം കൂടുതൽ അല്ലെ? വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. പിന്നെ അതുപോലെ ഈ ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് എത്രയാ? 30 കിലോമീറ്റർ അല്ലെ? ശരാശരി കനം എത്രയാ? 30 കിലോമീറ്റർ ആയിരുന്നു. ഈ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു? 70 കിലോമീറ്റർ അല്ലെ? വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങളിൽ 70 കിലോമീറ്റർ കനമുണ്ടായിരുന്നു. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിനാണെങ്കിലോ ശരാശരി 5 കിലോമീറ്റർ എന്തുള്ളൂ? കനമുള്ളൂ. അപ്പോ ഭൂവൽക്കം എന്തൊക്കെ പഠിച്ചു? ഭൂവൽക്കത്തെ കുറിച്ചിട്ട് ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി എന്ന് പറയുന്നത്. അതുപോലെ ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും രണ്ട് ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം എന്ന് പറയുന്നത് എത്രയാ? 30 കിലോമീറ്റർ ആയിരുന്നു. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങൾ എത്രയുണ്ട്? 70 കിലോമീറ്ററോളം കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് എത്രയേ ഉള്ളൂ? 5 കിലോമീറ്ററിന്റെ കനമേ ഉള്ളൂ. ഇനി രണ്ടാമത്തതായിരുന്നു എന്ത്? മാന്റിൽ എന്ന് പറയുന്നത് അല്ലെ? മാന്റിൽ ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് ഏത്? മാന്റിൽ എന്ന് പറയുന്നത്. ഇനി ഭൂവൽക്കവും അതുപോലെ മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ശിലാമണ്ഡലം എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലെ? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ ശിലാമണ്ഡലം എന്ന് വിളിച്ചു. ഈ ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ എന്താ പറയുന്നത്? അത് ആസ്തനോസ്ഫിയർ എന്നായിരുന്നു അല്ലെ? ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് എന്താ ശിലാമണ്ഡലം? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ഏത്? ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി കാമ്പിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? മാന്റിലിന് താഴെയുള്ള അല്ലെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഏത്? കാമ്പ് എന്ന് പറയുന്നത്. ഈ കാമ്പിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, അകക്കാമ്പും പുറക്കാമ്പും. അകക്കാമ്പും പുറക്കാമ്പും. പുറക്കാമ്പ് ഏതൊരവസ്ഥയിലാ? പുറക്കാമ്പ് അവകാവസ്ഥയിൽ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിൽ അല്ലെ? പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്. പക്ഷെ അകക്കാമ്പ് ഏതവസ്ഥയിലാ? ഖരാവസ്ഥയിലാണ്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. പിന്നെ ഈ കാമ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? നിഫെ എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് നിഫെ എന്ന് വിളിക്കുന്നത്? ഈ കാമ്പ് മുഖ്യമായിട്ടും നിക്കലും അയണും കൊണ്ടും ഈ രണ്ട് ലോഹങ്ങൾ കൊണ്ട് രൂപീകൃതമായതുകൊണ്ട് തന്നെ നമ്മൾ കാമ്പിനെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? നിഫെ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ അകക്കാമ്പിലെ ചൂട് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്തു നോക്കിയാലോ? ഭൂമിയുടെ ഉള്ളറയെ ഓരോ പാളികളുടെയും സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായവർക്ക് നേരെ ചിരിക്കാനും തെറ്റായവർക്ക് നേരെ കരയാനും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താ? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗവുമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ശരിയാണോ? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയാണ്. 2, ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ഏത്? ശിലാമണ്ഡലം. നമ്മൾ പഠിച്ചു. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നുണ്ട്. ഇനി ശിലാപദാർത്ഥങ്ങള് ഉരുകിയിട്ട് അർദ്ധദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അതും ശരിയാണ്. ശിലാപദാർത്ഥങ്ങൾ അതായത് മാഗ്മ ഉരുകിയിട്ട് അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? ആസ്തനോസ്ഫിയർ. ഇനി പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്. ആണോ? ശരിയാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലുമാണ്. ഇനി വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും എന്തിന്റെ ഭാഗമാ? ഭൂവൽക്കത്തിന്റെ ഭാഗം തന്നെയാണ്. ശരിയാണ്. കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള വസ്തുതകൾ ബോധ്യമായല്ലോ. ഇനി ഭൂമിയുടെ ആവരണം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തെ കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഭൂമിയുടെ അന്തരീക്ഷം. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയത് എങ്ങനെയെന്ന് നോക്കാം. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളെ വായുവിന്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയെ ആവരണം ചെയ്യുന്ന പുതപ്പ് എന്നറിയപ്പെടുന്നത് ഏതാ?
അന്തരീക്ഷമാണ്. ഭൂമിയെ ആവരണം ചെയ്യുന്ന പുതപ്പ് എന്നറിയപ്പെടുന്ന ഏതാ? അന്തരീക്ഷമാണ്. ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പ് എന്നറിയപ്പെടുന്ന ഏതാ? അന്തരീക്ഷമാണ്. ഇനി സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. ഇനി അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്രത്തോളം നമ്മൾ കാണപ്പെടുന്നു എന്നും നമുക്ക് നോക്കാം. അന്തരീക്ഷ സംരചന. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ അന്തരീക്ഷത്തിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഓർത്തുവെച്ചോ, ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവില് കുറവാണ് സംഭവിക്കുന്നത്. അപ്പം ഇതാണ് ഭൂമിയെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് 29 കിലോമീറ്റർ വരെയാണ് എന്ത് എന്ന് പറയുന്നത്? അന്തരീക്ഷ വായു സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ വരെ എന്തുള്ളൂ? അന്തരീക്ഷ വായു സ്ഥിതി ചെയ്യുന്നുള്ളൂ എന്ന കാര്യം ഓർത്തുവെക്കുക. ഉയരം കൂടുന്തോറും എന്താ ചെയ്യുന്നത്? വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി മറ്റു ജീവജാലങ്ങളും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പം ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രണ്ട് വാതകങ്ങൾ ഓർത്തു വെക്കാം. ഒന്ന് ഓക്സിജൻ ആണ്, രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രണ്ട് വാതകങ്ങൾ ഒന്ന് ഓക്സിജൻ ആണ്, രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഇവിടെ അന്തരീക്ഷ വാതകങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? നൈട്രജൻ ആണ്, 78% കേട്ടോ. ഇനി ഓക്സിജൻ ആണെങ്കിൽ 21%. ഇവിടെ ചാർട്ട് നോക്കുക നിങ്ങൾ. അപ്പോ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ ഏതാ? നൈട്രജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ ഏതാ? നൈട്രജൻ ആണ്. രണ്ടാമത് ചോദിച്ചാൽ ഏതാ? ഓക്സിജൻ ആണ്. എന്നാൽ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മുഖ്യ പങ്ക് വഹിക്കുന്ന രണ്ട് വാതകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ് കേട്ടോ. പക്ഷെ ഇവിടെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം ചോദിക്കുകയാണെങ്കിൽ ഏതാ? നൈട്രജൻ ആണ്. രണ്ടാമത് ഏതാ? ഓക്സിജൻ ആണ്. ബാക്കി വരുന്ന 1%, അതായത് 78ഉം 21ഉം എത്രയായി? 99 ആയി. ബാക്കി വരുന്ന 1% വരുന്നത് ഓർത്തു വെക്കുക. ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ കേട്ടോ. ഈ 1% വരുന്ന വാതകങ്ങൾ ഓർത്തു വെക്കുക. ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവയാണ്. ഇനി ചിത്രം നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? അന്തരീക്ഷത്തിൽ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നമ്മൾ പഠിച്ചു, നൈട്രജൻ ആണ്. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംചരണം എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? ഇത് നോക്കിയേ, 78ഉം 21ഉം എത്രയായി? 99%. അല്ലെ? നൈട്രജനും ഓക്സിജനും കൂടി എത്രയുണ്ട്? 99%. ഇനി സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. എന്താ ബാഷ്പീകരണം? സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവാപൊറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. ഈ എമൗണ്ട് ഒക്കെ കറക്റ്റ് പഠിച്ചു വെക്കണം, പ്രസ്താവന രീതിയിൽ തന്നേക്കാം. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ എന്തുള്ളൂ? ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. ഇനി വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാ? വാതകങ്ങള്, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. ഈ പൊടിപടലങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്.
അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? ഒന്ന്, കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ. രണ്ട്, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നത്. മൂന്ന്, ഉൽക്ക കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഇപ്പൊ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത്. രണ്ട്, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നത്. മൂന്ന്, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരത്തിലൂടെ. ഇനി ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഒന്ന്, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. രണ്ട്, ഹാനികരങ്ങളായിട്ടുള്ള സൂര്യരശ്മിയിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പോ അന്തരീക്ഷം എന്തിനൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ഒന്ന്, കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന അന്തരീക്ഷമാണ്. ഹാനികരങ്ങളായിട്ടുള്ള സൂര്യരശ്മികൾ സംരക്ഷിക്കുന്നതും ആരാ? അന്തരീക്ഷമാണ്. ഇനി ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ താഴെ പറയുന്ന ഓരോ ഘടകവും എങ്ങനെ സഹായകമാകുന്നു എന്ന് എഴുതി നോക്കാം. ഒന്നെന്താ? അന്തരീക്ഷ വായു. അല്ലെ, അന്തരീക്ഷ വായു എങ്ങനെയാ നമ്മളെ സഹായിക്കുന്നത്? അതായത് സസ്യങ്ങള്, അതേപോലെ ജീവജാലങ്ങളും മറ്റ് ജീവജാലങ്ങളെയൊക്കെ ശ്വസന പ്രക്രിയ, അല്ലെ, അതുപോലെ പ്രകാശ സംശ്ലേഷണം, ഇതിനൊക്കെ സഹായിക്കുന്ന ഏതാ? അന്തരീക്ഷ വായു. അല്ലെ, ഓർത്തു വെക്കണം. സസ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങളെയൊക്കെ ശ്വസന പ്രക്രിയ, അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഏതാ? അന്തരീക്ഷ വായു ആണ്. പിന്നെ അന്തരീക്ഷത്തിലെ ജലാംശം എന്തിനാ സഹായിക്കുന്നത്? താപനില ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് സഹായിക്കുന്നുണ്ട്? അന്തരീക്ഷത്തിലെ ജലാംശം സഹായിക്കുന്നുണ്ട്. ഇനി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ നമ്മൾ പഠിച്ചു. എന്താ? മേഘരൂപീകരണത്തിന് സഹായിക്കുന്ന ഏതാ? അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളായിരുന്നു. അല്ലെ, അന്തരീക്ഷ വായു എന്തിനൊക്കെയാ സഹായിക്കുന്നത്? സസ്യങ്ങളും അതുപോലെ മറ്റ് ജീവജാലങ്ങളെയൊക്കെ ശ്വസന പ്രക്രിയക്ക് വേണ്ടിയിട്ട് അന്തരീക്ഷ വായു സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതും ഏത് തന്നെയാ? അന്തരീക്ഷ വായു ആണ്. പിന്നെ അന്തരീക്ഷത്തിലെ ജലാംശം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? താപനില ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് സഹായിക്കുന്നുണ്ട്? അന്തരീക്ഷത്തിലെ ജലം സഹായിക്കുന്നുണ്ട്. പിന്നെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങള് പിന്നെ നമ്മുടെ മേഘങ്ങളായിട്ട് മാറാനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട്? അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇനി ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിലെ പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയുള്ള അന്തരീക്ഷം മലിനമായ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ ഒരു അമ്ലമഴ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കും. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. അപ്പം അമ്ലമഴയുടെ pH മൂല്യം ചോദിച്ചാൽ എത്രയായിരിക്കും? 5 എന്ന കാര്യം ഓർത്തു വെച്ചാൽ മതി. ഇവിടെ 5 എന്നല്ല, 5ൽ കുറവാണെങ്കിൽ, മഴവെള്ളത്തിന്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അത് അമ്ലമഴയായിട്ട് കണക്കാക്കും. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാ? 7 ആണ്. ഇനി പുകമഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ്. പുകയും മൂടൽമഞ്ഞും ഫോഗും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായിട്ട് കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ പുകമഞ്ഞ് എന്താ പറയുന്നത്? പുകയും മൂടൽ മഞ്ഞും ചേർന്നിട്ടാണ് ഏത് രൂപപ്പെടുന്നത്? പുകമഞ്ഞ് രൂപപ്പെടുന്നത്. എങ്ങനെയൊക്കെയാ? വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായിട്ട് കലർന്നിട്ടാണ് ഏത് രൂപപ്പെടുന്നത്? പുകമഞ്ഞ് രൂപപ്പെടുന്നത്. ഇത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നത്? പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ ഏത് കാരണമാകുന്നുണ്ട്? വായു മലിനീകരണം വഴി കാരണമാകുന്നുണ്ട്. ഇനി അന്തരീക്ഷത്തിന്റെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓർത്തു വെച്ചോ, താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5 പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാന്നുള്ളത്. ഏറ്റവും ആദ്യമുള്ളത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കിടക്കുന്നതാണ് ഇത് ട്രോപ്പോസ്ഫിയർ. അതിന് തൊട്ടു മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ, അതിന് തൊട്ടു മുകളിലായിട്ട് മിസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, ഏറ്റവും അവസാനമായിട്ട് ഏതാ? എക്സോസ്ഫിയർ. അപ്പൊ താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് തിരിച്ചു നമ്മൾ പറഞ്ഞു? 5 വ്യത്യസ്ത പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തോട് ചേർന്നിട്ടുള്ള ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. തൊട്ട് താഴെയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ.
ഇനി ഇതിൽ ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തി പട്ടിക. ഓക്കെ, അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏത്? പിന്നെ ട്രോപ്പോസ്ഫിയർ. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരവും ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. എന്താ പറഞ്ഞത്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഇതിന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെ ഉയരവും ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇത് 18 കിലോമീറ്റർ വരെ ഉയരാൻ കാരണം. ഇനി പൊടിപടലങ്ങളും ജലബാഷ്പം ഏറ്റവും കൂടുതൽ ഉള്ള പാളി ചോദിച്ചാൽ ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. പൊടിപടലങ്ങളും ജലബാഷ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാ? ട്രോപ്പോസ്ഫിയറിലാണ്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഏത് പാളിയിലാ? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില എന്തുണ്ട്? കുറയുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്ന് പറയുന്നത്. PS ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഏത് പാളിയിലാണ് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതിലാ? ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി അടുത്ത എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, നോർമൽ ലാപ്സ് റേറ്റ് ഏത് പാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ പാളിയാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. ഏകദേശം എത്രയാ? 50 കിലോമീറ്റർ ആണ് എന്തിന്റെ ഉയരം എന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയറിന്റെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം എത്രയാ? 50 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഏത്? ഓസോൺ പാളി. ഓസോൺ പാളി എത്ര ഉയരത്തിലാ? 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഏതുള്ളത്? ഓസോൺ പാളി ഉള്ളത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഏതിന്റെ ഉയരം എന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുന്ന സമയത്ത് താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഓസോണിനെ കുറിച്ചാണ് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഇനി അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലെത്തിയാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കിയേ. ഒന്ന്, ആഹാര ശൃംഖലയുടെ തകർച്ച സംഭവിക്കും. അതുപോലെ കൃഷിനാശം ഉണ്ടാവും. സസ്യങ്ങളുടെ വളർച്ച മുരടിക്കും. അകാല വാർദ്ധക്യം സംഭവിക്കും. അന്ധത, തിമിരം, അതുപോലെ ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഏതാ ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ? മെലനോമയല്ല അല്ലെ. ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ ചോദിക്കാം. ഏതൊക്കെയാ? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യങ്ങൾ വളർച്ച മുരടിക്കുക, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസറിനൊക്കെ എന്ത് കാരണമാകും? അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചാൽ സംഭവിക്കും. ഇനി ഇവിടെ ഓസോൺ ദിനം കൊടുത്തിട്ടുണ്ട്. എന്താ? എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സെപ്റ്റംബർ 16 ഇത് ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഇത് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതൊരു പോയിന്റ് ആണ്, ഓർത്തു വെക്കണേ.
അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുന്ന പാളി ചോദിച്ചാൽ ഏതാ? മിസോസ്ഫിയർ ആണ്. ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നതും ഈ പാളിയിൽ വെച്ചാണ്. അപ്പം മിസോസ്ഫിയർ ഓർത്തു നോക്കുക. ഏകദേശം സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ ഏതാ? മിസോസ്ഫിയർ ആണ്. ഈ പാളിയിൽ ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? താപം കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില എന്ത് ചെയ്യുന്നുണ്ട്? -100 ഡിഗ്രി ആയിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുന്ന പാളി ചോദിച്ചാൽ ഏതാ? മിസോസ്ഫിയർ ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന പാളി ചോദിച്ചാലും ഏതാ? മിസോസ്ഫിയർ ആണ്. ഇനി തെർമോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? തെർമോസ്ഫിയർ. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ ഏതാ? തെർമോസ്ഫിയർ ആണ്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നത് തെർമോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നുണ്ട്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്ത് എന്താ വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നുണ്ട്. അയണോസ്ഫിയറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തിൽ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാക്കുന്നു. അപ്പോ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംപ്രേഷണം സാധ്യമാക്കുന്നത് എവിടെയാ? അയണോസ്ഫിയറിലാണ്. അപ്പൊ അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ അയോണീകരണം എന്നാണ് പറയുന്നത്. ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കാറുണ്ട്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളും ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഇനി എക്സോസ്ഫിയർ, ഏറ്റവും അവസാനത്തെ ഭാഗം അല്ലെ, അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഇത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഇത് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞിട്ട് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ എന്താ? ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നു. ഏത് പാളിയില? ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്ന ഏതില? തെർമോസ്ഫിയറിലായിരുന്നു അല്ലെ. തെർമോസ്ഫിയറിലാണ് ഏത്? ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നത്. ഇനി താപനില ഏറ്റവും കുറഞ്ഞ പാളി, താപനില ഏറ്റവും കുറഞ്ഞ പാളി ഏതായിരുന്നു? മിസോസ്ഫിയർ അല്ലെ. താപനില ഏറ്റവും കുറഞ്ഞ പാളി ഏതായിരുന്നു? മിസോസ്ഫിയർ ആണ്. ഇനി ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി, ഉൽക്കകള് കത്തിച്ചാരമാകുന്ന പാളി ചോദിച്ചാലും ഏത് തന്നെയായിരുന്നു? മിസോസ്ഫിയർ അല്ലെ. ഉൽക്കകള് കത്തിച്ചാരമാകുന്ന പാളി ചോദിച്ചാലും മിസോസ്ഫിയർ ആണ്. ഇനി വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്നു. വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന ഏതാ? എക്സോസ്ഫിയർ അല്ലെ. ഏതായിരുന്നു? എക്സോസ്ഫിയർ ആണ്. ഇനി ഉയരക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്നു. നമ്മൾ പഠിച്ചായിരുന്നു 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ലാപ്സ് റേറ്റ് പഠിച്ചില്ലായിരുന്നോ? അത് ഏതിലായിരുന്നു? ട്രോപ്പോസ്ഫിയർ അല്ലെ. ഫസ്റ്റത്തെ പാർട്ട് ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖല ഏതാ? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കാണപ്പെടുന്നത് എവിടെയായിരുന്നു? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഏതായിരുന്നു? തെർമോസ്ഫിയർ അല്ലെ. അത് ഏതായിരുന്നു? തെർമോസ്ഫിയർ. 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതായിരുന്നു? പിന്നെ തെർമോസ്ഫിയർ അല്ലെ. തെർമോസ്ഫിയർ. അതുപോലെ ഉയരം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നതും ഏതിൽ തന്നെയായിരുന്നു? നമ്മുടെ തെർമോസ്ഫിയറിലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.